വണ്ടിയിലടിക്കുന്ന പെട്രോളും വണ്ടിയൊക്കെ നിന്റെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ റോഡുണ്ടല്ലോ, നിന്റെ ഒന്നും തറവാട്ട് സ്വത്തൊന്നുമല്ല. അത് നെഞ്ചത്ത് കയറ്റിയാലും കുഴപ്പമില്ല. നമ്മുടെ കാര്യം നടക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നീയും നിന്റെ വണ്ടിയും അധിക കാലം ഒന്നും ഓടൂല മോനെ. ഇത്രയും ഓവർലോഡ് ഒരു നാഷണൽ ഹൈവേയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള ഓഫീസർമാർ ഉറങ്ങിപ്പോയോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഈ നിയമം എന്നൊക്കെ പറഞ്ഞാല് ഈ പുസ്തകങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങളാണ്. ഈ നിയമത്തിന്റെ ഭേദഗതിയിൽ തന്നെ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് അവരുടേതായിട്ടുള്ള നിയമവും നടപടിയൊക്കെ ഉണ്ട്. റോഡിൽ ഇപ്പം ഇവരുടെ വണ്ടി മാത്രം രാജാവാണ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മാറിപ്പോയിക്കൊള്ളണം. അങ്ങനെ ഒരു ചിന്താഗതി ഇവർക്ക്. എല്ലാവർക്കും ഒരു നിയമം എന്നാ പറയുന്നതെങ്കിലും ഓരോ ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരുടെയും വ്യത്യാസത്തിൽ ആള് വ്യത്യാസം അനുസരിച്ച് നിയമവും മാറുന്നത് നമ്മൾ പലവട്ടവും കണ്ടിട്ടുണ്ട്. ഒരു നിയമമൊന്നുമല്ല എല്ലാ സ്ഥലത്തും. സിനിമയിലൊക്കെ കാണിക്കുന്ന രീതിയിനേക്കാളും വെല്ലുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കിക്കൊണ്ട് റോഡിലാകെ ഭീതി പടർത്തിക്കൊണ്ട് പോകുന്ന പോക്ക് കണ്ടോ നിങ്ങൾ? അതും ഇത്രയും സ്പീഡിൽ. ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും? ഇതിനൊക്കെ ആരുത്തരം പറയും? സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ട് ഏത് രീതിയിൽ കയറി കഴിഞ്ഞാലും ഇവിടെ ചോദിക്കാൻ ആരും ഇല്ല എന്നുള്ളതിൻ്റെ ധൈര്യമാണ് ഇവനെപ്പോലുള്ള പല ആൾക്കാർക്കും. അതിന് ഇവിടെയുള്ള നിയമവും അതിന് ശരിവെക്കുന്നു. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓവർലോഡുമായിട്ട് ഇതുപോലെ നാഷണൽ ഹൈവേയിൽ പോകുന്ന ഒരു വണ്ടിയാണിത്. കണ്ടപ്പോ ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് ചിത്രീകരിച്ചതാ. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യാനായിട്ട് ഒരാളും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ നമ്മൾ വീഡിയോസ് പല തലത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ മരുടിലൊക്കെ ഫ്ലാറ്റ് പൊളിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് പൊളിച്ചത്? ഇപ്പൊ കായൽ തീരത്തിന്റെ ഇത്ര അടുത്ത് ഫ്ലാറ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു വസ്തുത കൊണ്ടാണ്. അപ്പൊ ആ ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് നമുക്ക് ഇപ്പൊ ഫ്ലാറ്റ് പൊളിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് കൊല്ലം മുമ്പ് നമ്മൾ കണ്ട ഒരു ന്യൂസാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഒരു സംഭവം വന്നതിന് ശേഷം അത് പൊളിക്കാനുള്ള ഓർഡർ, അപ്പൊ അത് എങ്ങനെ അത് കെട്ടി? ഈ ഒരു സംഭവം കെട്ടിപ്പൊക്കുന്നതിന് മുമ്പ് അതിനെങ്ങനെ പെർമിറ്റ് കിട്ടി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അവിടെ. എന്താണ് സംഭവം? പൈസ വാങ്ങിയിട്ടല്ലേ, വേറെ എന്താണ്? ഇപ്പൊ അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വണ്ടികളുടെ അവസ്ഥ. അവൻ്റെയൊക്കെ ആ ഒരു കുന്താളിപ്പ് കണ്ടില്ലേ നിങ്ങൾ? അവൻ്റെ തറവാട് വകയുള്ള റോഡാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഏതോ ഒരു കട്ട് റോഡാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. നാഷണൽ ഹൈവേ ആണ് നിങ്ങളീ കാണുന്നത്. ഒരു സാധാ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വണ്ടികൾ പോകുന്ന റോഡാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഈ ഒരു പരിസരത്ത് തന്നെ ഹോസ്പിറ്റലും മറ്റ് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പരിസരത്തുകൂടെയാണ് ഇത്രയും സ്പീഡിൽ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, അതും ഓവർലോഡിൽ. ഇതിനെ ചോദ്യം ചെയ്യാൻ പോലും ഈ പരിസരത്തൊന്നും ഒരാളുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ ഫ്ലാറ്റിൻ്റെ കാര്യം എടുത്തിട്ടത്. കാരണം എങ്ങനെ പെർമിറ്റ് കിട്ടുന്നു എന്നുള്ള കാര്യമാണ്. ഇവനെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ പോകാൻ, റോട്ടിൽ ഇറങ്ങാനുള്ള പെർമിറ്റ്. ഓവർലോഡും കേട്ടിട്ട് നാഷണൽ ഹൈവേയിൽ പോകുന്ന ഒരു വണ്ടിയാണ്. എന്നാൽ വണ്ടിയുടെ സ്പീഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വീഡിയോയിൽ യാതൊരുവിധ സ്പീഡും കൂട്ടിയിട്ടില്ല, നോർമൽ ആയിട്ടുള്ള വീഡിയോ ആണത്. എത്രത്തോളം സ്പീഡിലാണ് ഈ വണ്ടി ഓടുന്നത്? രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോകുന്നെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അവരൊക്കെ പാവങ്ങളാണ്, ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്നാൽ ഇവര് മാത്രം ജീവിച്ചാൽ മതിയോ? ഈ വലിയ വണ്ടിക്കാരെ മാത്രം ജീവിച്ചാൽ മതിയോ? എത്രയോ ടൂ വീലറുകൾ പോകുന്നുണ്ട്. ഇപ്പം വലിയ വണ്ടികളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൂ വീലർ കാറെ അവർ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല. ഈ ടൂ വീലർ എന്ന് പറയുന്ന വണ്ടിയും റോഡ് ടാക്സും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് റോഡിൽ ഓടുന്നത്. അപ്പൊ എന്താണ് സംഭവം? റോഡിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. എന്നാൽ പല സമയത്തും ടൂ വീലറുകാരുടെ അവകാശത്തിനെ അവിടെ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള വണ്ടികളുടെ പോക്ക് കണ്ടോ നിങ്ങൾ? ഈ ഒരു വണ്ടിയുടെ അകത്തുള്ള ഈ ഒരു ലോഡ് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു സഡൻലി ഒരു ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാല് ആ മരം കംപ്ലീറ്റ് ഉതിർന്ന് റോഡിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാവും. പിന്നാലെ വരുന്ന വണ്ടികൾ അതിൽ കൊണ്ടിടിക്കും. ചിലപ്പോൾ ആ മരം വീഴുന്ന സമയത്ത് തന്നെ മറ്റേതെങ്കിലും വണ്ടി സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേത്ത് വീണിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനും കാരണമാവും. അപ്പം ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ലോഡുകൾ കയറ്റി പോകുന്ന വണ്ടികൾ എത്ര കൂളായിട്ടാണ് നമ്മുടെ നാട്ടിലൂടെ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാഷണൽ ഹൈവേ കൂടിയാണ്, ഏതെങ്കിലും കട്ട് റോഡിലൂടെയോ ഏതെങ്കിലും ഊട് വഴിയിലൂടെ കൂടിയൊന്നല്ല, നാഷണൽ ഹൈവേയിലൂടെയാണ് പോകുന്നത്. അപ്പൊ എത്രത്തോളം ധൈര്യം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ നിയമത്തിന് അവർക്ക് എത്രത്തോളം ഭയമുണ്ട്? നല്ല ഭയമുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ പോകുന്നവര്, അല്ലെ? നിയമത്തിനൊക്കെ പുല്ലുവിലയാണ് സത്യം പറഞ്ഞാല്. ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് ഒക്കെ വണ്ടിയെടുത്ത് റോഡിൽ ഇറക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ വാഹനത്തിന്റെ പോക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്രയും ലോഡും വെച്ച് ആ വാഹനം പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്പീഡുകളാണ്. അപ്പോ എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? ഒരു ടൂ വീലറുകാരൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിക്കാണിക്കാനും വീഡിയോ എടുക്കാനും ഫോൺ വിളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്.
ഹെൽമെറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള വണ്ടികൾക്കൊന്നും അത് പ്രശ്നമില്ലേ? എന്താണ് അതിന്റെ പ്രോബ്ലം? അത്തരത്തിലുള്ള വണ്ടിക്കാരുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും സ്ഥിരം പറയുന്ന കാര്യം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. ഇപ്പൊ വണ്ടിപ്പണി ചെയ്യുന്ന ആൾക്കാരല്ല, മറ്റു തൊഴിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും അവരേതായിട്ടുള്ള വരുമാനം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഈ വണ്ടിപ്പണിക്കാർ മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇപ്പൊ ഈ ഒരു ലോറി, ആ ലോറി പോകുന്ന ഒരു സ്പീഡ്, ഇത്രയും ലോഡ് കയറ്റി ഓക്കെ ഏതെങ്കിലും ഒരു കട്ട് റോഡിലൂടെയോ അല്ലെങ്കിൽ വളരെ സ്പീഡ് കുറച്ചോ പോയിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് പറയാമായിരുന്നു, എന്നാൽ പോലും പോകാൻ പാടില്ലാത്തതാണ്. പക്ഷെ ആ വണ്ടി പോയ സ്പീഡ് നിങ്ങൾ കണ്ടോ? അപ്പൊ എന്താണ് അവസ്ഥ? ഇവിടെ അതൊന്നും ചോദ്യം ചെയ്യാനുള്ള നിയമ നടപടികൾ കൃത്യമായിട്ടില്ല. അതാണ് അവസ്ഥ. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗക്കാരെ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം ചെക്കിങ് നടത്തുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഇതുപോലുള്ള ആൾക്കാർ കടന്നു പോകുന്നതൊന്നും ചോദിക്കാനൊന്നും ഇവിടെ ആരുമില്ല. കാരണം ഇതിന്റെ പിന്നിലൊക്കെ വലിയ വലിയ വമ്പൻ സ്രാവുകളുണ്ട്. നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയ ഏതെങ്കിലും ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയൊരു ആളൊന്നും അല്ല. ഇതിന്റെയൊക്കെ പിന്നില് ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഒന്നും ചോദ്യം ചെയ്യാനോ അവരെ ഒന്നും പിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കാനോ ഇവിടുത്തെ നിയമത്തിനും പറ്റുന്നില്ല. ഈ വണ്ടി പോകുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു വണ്ടി, ഇനി ഏതെങ്കിലും വണ്ടിയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നാൽ പോലും പ്രശ്നമാണ്. ആ വണ്ടി സ്കിഡായി കംപ്ലീറ്റ്ലി അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള ഇടയുണ്ട്. പക്ഷെ എന്നിട്ടും ഈ വണ്ടിയെ ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലോഡ് കയറ്റി പോകുന്ന വണ്ടിയെ ഇവിടെ പിടിക്കാനോ ഇവിടെ ആർക്കും പറ്റുന്നില്ല. അതാണ് സംഭവം. നമ്മുടെ കേരളത്തിന്റെ റോഡുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. നല്ല റോഡാണ് കേരളത്തിലെ റോഡ് എന്ന് വെച്ചാൽ. വളരെ സുന്ദരമായിട്ടുള്ള റോഡുള്ള നമ്മുടെ കേരളം അറിയാലോ നിങ്ങൾക്ക്. അവിടെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ച പോലുള്ള കുഴികളാണ് പല സ്ഥലത്തും. നമ്മൾ ഉണ്ണിയപ്പത്തിന്റെ അച്ച് കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ കുഴികളുള്ള അതുപോലെ കുഴികളാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ റോഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതുപോലുള്ള റോഡുകളിലൂടെയാണ് പോകുന്നത്. ഇപ്പം നാഷണൽ ഹൈവേയിൽ പോലും നിങ്ങൾക്കറിയാം, പൈപ്പൊക്കെ വെച്ച് കീറിയിട്ട്, പൈപ്പിനൊക്കെ പണിയെടുത്ത് കീറിയിട്ട് ഒരാളും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്റ്റേറ്റിലൊന്നും ഇങ്ങനെ ഒരു കാര്യം നടക്കൂല എന്ന് ഞാൻ തീർത്തും പറയും. കാരണം എന്ന് വെച്ചാൽ ഈ റോഡ് ഇത്രയും കുത്തിപ്പൊളിച്ച് കംപ്ലൈന്റ് ആക്കിയിട്ട് പോലും ഒരാൾക്കാർക്കും അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നാഷണൽ ഹൈവേ റോഡുകൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ പേഴ്സണലി വാഹനങ്ങളിലായാലും ബസ്സിലായാലും നിങ്ങളൊക്കെ യാത്ര ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര റോഡുകൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഹൈവേയുടെ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും. ഇപ്പൊ റോഡാണെങ്കിൽ ഒരു ബസ്സൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വളച്ചെടുത്ത് വേണം പോകാൻ വേണ്ടി. അപ്പൊ എന്താവും, ബാക്കിയുള്ള വണ്ടികളും കൂടെ അവിടെ നിൽക്കുന്നൊരവസ്ഥയാവും. റോഡിന്റെ മധ്യവശത്തായിരിക്കും ഏതാണ്ട് പൈപ്പിന്റെ ലൈന് കയറിയിട്ട് അവിടെ ഒരു കുറ്റിയിട്ട് വെച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ്ലി. ഇപ്പൊ അടുത്ത് ഗ്യാസിന്റെ ഒരു പ്രശ്നമുണ്ട് അല്ല ഇതുപോലെ. അപ്പൊ ഈ റോഡ് ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്നതോ ഗതാഗതം മുടങ്ങുന്നതിനോ ഇവിടെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല സത്യം പറഞ്ഞാൽ. എന്താണ് അവസ്ഥ? റോഡ് ടാക്സ് മേടിക്കുന്നുണ്ട്, ഒരുപാട് റോഡ് ടാക്സ്. ഈ റോഡിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഇതുപോലെ ഓവർലോഡ് കയറ്റി പോകുന്ന വണ്ടികൾ ഒരു വശത്ത്, രണ്ടാമത്തെ വശത്ത് ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ചീറിപ്പായിഞ്ഞ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ബസ്, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്, അതായത് നമ്മുടെ ചോപ്പ് ബസ്സുകൾ, ഇപ്പൊ റോസ് കളർ പെയിന്റ് അടിച്ച ബസ്സുകൾ. ഇവന്മാർക്ക് സത്യം പറഞ്ഞാല് വീട്ടിലൊന്നും ആരും ഇല്ലേ, അല്ലെങ്കിൽ സഹോദരന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ ആരും ഇല്ലേ എന്നാണ്, കൂടപ്പുറപ്പുകളൊന്നും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് ഈ ചെറ്റകൾ കടന്നു വരുന്നത്. എത്രയോ തവണ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത്. കാരണം ബൈക്കിലൂടെ വരുന്ന സമയത്ത് നമുക്കുള്ള ആകെയുള്ള ഓപ്ഷൻ എന്താണെന്നറിയാം നിങ്ങൾക്ക്, റോഡിന്റെ വെളിയിൽ ഇറക്കുക എന്നുള്ളതാണ്. റോഡിന്റെ വെളിയിൽ എന്ന് പറഞ്ഞാൽ ചളിയിലോട്ട്, അല്ലെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അവർ തട്ടിയിട്ടിട്ട് പോകും. അപ്പൊ ഇതിനും ഇത്തരത്തിലുള്ള വേഗപ്പൂട്ടുകൾ കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ ഓടുന്നതിനെ നിയന്ത്രിക്കാനോ ഇവിടുത്തെ നിയമത്തിന് പറ്റാത്തത് എന്താണ്? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ആദ്യം നിങ്ങൾ പറയേണ്ടതും ഈ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോകുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ടൂ വീലറുകാർക്കോ അല്ല ഒരുപാട് ഫൈൻ അടിച്ചു കൊടുക്കേണ്ടത്. സത്യത്തിൽ പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാർക്കാണ് ചെയ്യേണ്ടത്. കാരണം ഇതുപോലുള്ള വണ്ടികൾ കൊണ്ട് എത്ര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ചീറിപ്പായുന്നത് കൊണ്ട്. ഒരു വശത്ത് ഇതുപോലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ചീറിപ്പായുന്നു, രണ്ടാമത്തെ വശത്ത് ഇതുപോലെ ഓവർലോഡ് കയറ്റിയ വണ്ടികൾ. ഇതിനെതിരെ ഒന്നും പറയാൻ ഇവിടെ ആരുമില്ല. ഏതെങ്കിലും ഒരു മീൻകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാല് കൊണ്ടുപോകുന്ന ആൾക്കാരോ ഒന്ന് ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കാനും ഫൈൻ അടിക്കാനൊക്കെ നല്ല സാമർഥ്യമുള്ള ഓഫീസർമാർ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഈ വലിയ വലിയ വണ്ടികൾ എന്താണ് നിങ്ങൾ തൊടാത്തത്? നിങ്ങൾക്കറിയാം ഈ വലിയ വലിയ വണ്ടികൾ, ആ വണ്ടി ഓടിക്കുന്നത് കേവലം ഒരു ഡ്രൈവർ മാത്രമാണ്, അവനല്ല അതിന്റെ മുതലാളി. ഇതിന്റെ പിന്നിലൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ വലിയവൻ തന്നെയാണ്. ഇവിടെ ആ ഒരു മാറ്റം എപ്പോഴും ഉണ്ട് ഈ ഒരു ഭേദഗതിയിൽ. ഇപ്പൊ എന്ത് തന്നെയായാലും നമ്മളെ കേരളത്തിന്റെ റോഡിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഒരു കാരണവശാലും ഈ റോഡ് മാറുമോന്ന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇതുപോലെ ഓവർലോഡ് കയറ്റി പോകുന്ന വണ്ടികളും
എന്ത് ചെയ്യും നമ്മൾ? നിങ്ങളൊന്ന് ആലോചിച്ച് പറ. ഇത്തരത്തിലൊരു വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ടു വീലറൊക്കെ ഓടിച്ച് പോകുന്ന ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾ വണ്ടി എടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഭൂരിപക്ഷം ആൾ സത്യത്തിൽ പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയും ലൈസൻസ് ഉള്ള ആൾക്കാരും ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പം പ്രായം പോലും എത്താത്ത കുട്ടികൾ വണ്ടി എടുത്ത് റോഡിലോട്ട് ഇറങ്ങുന്നുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരോടും പറയാം, നിങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ റോഡിൽ ഇറങ്ങുക. ലൈസൻസ് ഇല്ലാത്തവരും അതുപോലെ തന്നെ പ്രായത്തിൽ ലൈസൻസ് എടുക്കാൻ പ്രായമാവാത്ത 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരും ദയവ് ചെയ്ത് വണ്ടി ഓടിക്കാതിരിക്കുക കേട്ടോ. നിയമം പറയുന്നത് അനുസരിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇനി വണ്ടി ഓടിക്കുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ലേഡീസും നമ്മുടെ യൂത്ത് ഫ്രീക്കന്മാരൊക്കെ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാല് ഇപ്പോഴത്തെ ബസ്സുകളും ഇതുപോലെ ഓവർലോഡൊക്കെ കയറ്റി പോകുന്ന വണ്ടികൾ ഒരുപാട് നിരത്തിൽ ഇറങ്ങുന്നുണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യം മാത്രമാണ്. നിങ്ങൾ നിയമം മാത്രം നോക്കി നിൽക്കുന്നെങ്കിൽ പൊന്നു മക്കളെ നിങ്ങൾക്ക് ഓരോ അനുകൂല അവസ്ഥയും കിട്ടൂല. കാരണം ഇത്തരത്തിലുള്ള വണ്ടികൾ നിയമം നോക്കിയിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ ഒരിക്കലും റോഡിൽ ഇറങ്ങൂല. ഈ ഓവർലോഡ് കയറ്റി പോകുന്ന വണ്ടികൾ നിയമത്തിന്റെ മാത്രം ഭേദഗതി പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ബസ്സുകൾ ഒരിക്കലും ചേറി പായൂല. കേരളത്തിൽ ഈ ബസ്സുകളെ കൊണ്ട് എത്ര ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ ലോഡ് കയറ്റി പോകുന്ന വണ്ടികൾ എത്ര ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്? നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം നമുക്ക് എണ്ണാൻ പറ്റുന്നതിനേക്കാളും അധികമാണ് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈടെക് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് സംഭവം? റോഡിൽ മൊത്തം കുളം കുഴിച്ചു വെക്കുന്ന പോലുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ കോഴിക്കോടൊക്കെ പോകുമ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ നോക്കിയോ, JCB വെച്ച് ഇങ്ങനെ തോണ്ടുന്നുണ്ടാവും. കുറെ സ്ഥലത്ത് തോണ്ടിയെടുക്കുന്നുണ്ടാവും ഒരുപാട്. എന്താണ് ഈ തോണ്ടുന്നത്? റോഡിന്റെ നടുക്ക് നല്ല കുളം പോലുള്ള കാര്യം. സത്യത്തിൽ പറഞ്ഞാൽ ഈ വികസനം കൊണ്ടുവരാന്ന് പറഞ്ഞ എക്സ്പ്രസ് ഹൈവേ ഉള്ള റോഡും കൂടെ ചുരുക്കമാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ കാര്യം പറയാം. നിങ്ങളും സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിന് അഭിപ്രായം പറയാം. റോഡ് വികസനം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റോഡ് കൊണ്ടുവന്നിട്ട് ഉള്ള റോഡും കൂടെ ചുരുക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഉണ്ടായത്. ഇത് എപ്പോ പൂർത്തിയാവും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്നും ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരുത്തം പറഞ്ഞാൽ അവനെ ചവിട്ടി തേക്കാനോ അവനെ അടിച്ചമർത്താനും ഒരുപാട് ആൾക്കാരുണ്ടാവും. ഏതായാലും നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മുടെ വീട്ടുകാരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ കമന്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് റോഡിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ റോഡിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളെ കുറിച്ചും ഇതുപോലെ ഞാൻ പറഞ്ഞ ഓവർലോഡുള്ള വാഹനങ്ങളെ കുറിച്ചും ബസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇതുപോലെ നിങ്ങൾ നിയമ നടപടിയിലോട്ട് പോയിട്ട് അതിനെന്തെങ്കിലും അനുകൂല അവസ്ഥ കിട്ടാതെ വന്ന ഒരു സിറ്റുവേഷനോ എന്തായാലും നിങ്ങളുടെ ആ ഒരു യാത്രാ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ജസ്റ്റ് ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ നാട് നല്ല രീതിക്ക് മാറും, അല്ലെങ്കിൽ നല്ലൊരു നിയമ സംവിധാനവും നല്ല രീതിക്ക് നമുക്ക് സുരക്ഷയോട് കൂടി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡും ഉണ്ടാകുമെന്ന് നമുക്ക് തൽക്കാലം ആഗ്രഹിക്കാം. അത്രേ പറയാൻ പറ്റും. താങ്ക് യു.